ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. നമ്മൾ നിൽക്കുന്നത് KTM കഴക്കൂട്ടത്താണ് കേട്ടോ. നമ്മൾ എൻഡ്യൂറോ 390 ആറിൻ്റെ ലോഞ്ചിനായിട്ട് വന്നതാണ്. ബൈക്ക് ഇപ്പോഴാണ് കിട്ടിയത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഷോറൂം ഒഴിഞ്ഞു. സോ നമുക്ക് വണ്ടി ഇപ്പോൾ ഒരു 4.39 ലാക്കിനാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ഓറഞ്ച് ഫിനിഷ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ ഒരു അണ്ടർ 5 ലാക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡറാണ് നമ്മളുടെ എൻഡ്യൂറോ 390. നമുക്കിപ്പോൾ ഈ ഒരു സെക്ഷനിൽ പിന്നെ 400cc താഴെ വരുന്നത് വേറൊരു ബൈക്സും ഇല്ല. നമുക്ക് പിന്നെ ഉള്ളത് നമ്മളുടെ KLX ആണ്, കാവസാക്കിയുടെ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് സെക്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഡേർട്ട് ബൈക്ക് ലുക്കാണ്. റെയർ സെക്ഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ADV 390യുടെ ലുക്കാണ് കേട്ടോ. നമ്മളുടെ ടെയിൽ സെക്ഷൻ ആയാലും ടെയിൽ ലാമ്പ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും എല്ലാം മൊത്തത്തിലൊരു ADV ലുക്കാണ് റെയർ സെക്ഷനിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് സെക്ഷനിൽ നമുക്ക് ഇവിടെ LED ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡിമ്മ്, താഴെ ബ്രൈറ്റ്. ഇവിടെ ഒരു ചെറിയൊരു DRL കാണാൻ പറ്റും കേട്ടോ, ഒരു ഡോട്ട് പോലത്തെ. പിന്നെ നമുക്കിവിടെ ഒരു ബീക്ക് കാണാൻ പറ്റും. ഈ ബീക്കിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഫ്രണ്ട് സെക്ഷനിൽ വരുമ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ട്യൂബ്ഡ് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. അപ്പോൾ ADVയിലൊക്കെ ട്യൂബ്ലെസ് ആയിരുന്നു. നമുക്കിപ്പോൾ ഇതിൽ ഫ്രണ്ട് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും 21 ഇഞ്ച് സ്പോക്ക് വീൽസ് ആണ് കേട്ടോ വരുന്നത്. റെയർ വരുമ്പോഴത്തേക്കും 18 ഇഞ്ചാണ്. നമുക്ക് മിട്ടാസിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് വരുമ്പോഴത്തേക്കും 90/90/21 റെയർ വരുമ്പോഴത്തേക്കും 140/80 R18 സെക്ഷനുമാണ് കേട്ടോ വരുന്നത്. നമുക്കിപ്പോൾ സസ്പെൻഷൻ ട്രാവൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഞാൻ കേട്ടത് 230 mm ആണ് സസ്പെൻഷൻ ട്രാവൽ പുറത്ത് മാർക്കറ്റിൽ കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ 200 mm ആണ് ട്രാവൽ വരുന്നത്. നമുക്ക് WP അപ്പെക്സിൻ്റെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. 30 ക്ലിക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കംപ്രഷൻ ആൻഡ് റീബൗണ്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കേട്ടോ. നമുക്ക് പിന്നെ ഫ്രണ്ട് സെക്ഷനിൽ ഡിസ്ക് നോക്കിക്കഴിഞ്ഞാൽ 285 mm റോട്ടറാണ് വരുന്നത്. റെയർ വരുമ്പോൾ 240 mm ആണ്. നമുക്കിപ്പോൾ ബാക്കി ADV 390 വരുന്നത് 300 mm. ഇതിൽ വന്നപ്പോഴത്തേക്ക് 285 ആയിട്ടുണ്ട്. ഫ്രണ്ട് സെക്ഷൻ കാലിപ്പർ വരുമ്പോൾ ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് ഫ്രണ്ട് ആൻഡ് റെയർ വരുന്നത്. നമുക്ക് ഒരു 2 പിസ്റ്റൺ കാലിപ്പറും റെയർ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറുമാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബൈക്കിൻ്റെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള പാനൽസ് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് അത് ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട്. പിന്നെ നമ്മളുടെ ADVയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്രൊട്ടക്ഷനൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നക്കിൾ ഗാർഡ് കാണാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, റൗണ്ടായിട്ടുള്ള മിറേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടാങ്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. ടാങ്ക് വരുന്നത് 9 ലിറ്റർ ടാങ്കാണ്. ഇതിലൊരു യൂസബിൾ ആയിട്ടുള്ള ഫ്യൂവൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ലിറ്റർ ആയിരിക്കും. ടൂറിങ്ങിനായിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ബൈക്ക് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ADV 390 നോക്കാം. ഫ്യൂവൽ കപ്പാസിറ്റി കൂടുതലാണ്. ഇത് വെയിറ്റ് റിഡക്ഷനായിട്ട് ഇവർ ടാങ്ക് കപ്പാസിറ്റി മാക്സിമം കുറച്ചേക്കാണ്. നമുക്ക് എൻജിൻ വന്നേക്കുന്നത് നമ്മളുടെ സെയിം 398cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ ഫോർവേഡ് DOC LC4C എൻജിനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നമുക്ക് 46 bhp ആൻഡ് 39 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി ബൈക്സിൽ നമ്മുടെ ഡ്യൂക്ക് 390യും ADVയിലൊക്കെ വന്നതുപോലെ തന്നെ അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ബാഷ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ടൈമിൽ എൻജിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട്. ഹാൻഡിൽ ബാറിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. നമുക്ക് പിന്നെ ഈ ഹാൻഡിൽ ബാർ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ, ബോൾട്ട് ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇപ്പോൾ കൺട്രോൾസിൻ്റെ സെക്ഷനിൽ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ സൈഡിൽ ഡിമ്മും ബ്രൈറ്റും പാസ് ലൈറ്റുമാണ് വരുന്നത്. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ABS ഓഫ് ചെയ്യാനായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൈക്കിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ADVയിലൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളുടെ ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു കൺട്രോളറാണ് കൊടുത്തിട്ടുള്ളത്, നമ്മളെ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും, ഫോണിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിൽ സ്വിച്ച് കാണാം. പിന്നെ എൻജിൻ സ്റ്റാർട്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു 4 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം കാണാൻ പറ്റും. ഇവിടെ വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ കാണാം കേട്ടോ. ഇവിടെ ABS, ട്രാക്ഷൻ കൺട്രോൾ, എൻജിൻ ലൈറ്റ്, വാർണിംഗ് ലൈറ്റ്, ഫ്യൂവൽ ലൈറ്റ്,
പിന്നെ ഇവിടെ റൈഡിംഗ് മോഡിൻ്റെ ഒരിത് വരുന്നുണ്ട്. ഇവിടെ സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആൻഡ് ടാക്കോമീറ്റർ ഇവിടെ കാണാം കേട്ടോ. പിന്നെ നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കി കോൺഫിഗറേഷൻസിലേക്ക് പോകാൻ പറ്റും. സ്ട്രീറ്റ് ആൻഡ് ഓഫ് റോഡാണ് നമുക്കിപ്പോൾ റൈഡിംഗ് മോഡായിട്ട് വരുന്നത്. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 2 റൈഡിംഗ് മോഡ്സാണ് ട്രിപ്പ് ഇൻഫർമേഷനാണ് വരുന്നത്, ട്രിപ്പ് 1 ആൻഡ് ട്രിപ്പ് 2. പിന്നെ ഇവിടെ നമ്മളെ ലോ ഫ്യൂവലായിട്ട് വണ്ടി എത്ര ഓടി എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ കൂളൻ്റ് ടെമ്പറേച്ചർ അങ്ങനത്തെ കാര്യങ്ങളാണ്, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇതിലൊരു നാവിഗേഷൻ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് KTMൻ്റെ നിന്ന് വാങ്ങുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാ ബൈക്സിലും വരുന്നുണ്ട്, എൻ്റെ ഡ്യൂക്ക് 390ലും ഉണ്ട്. പിന്നെ റൈഡ് ബൈ വയറാണ് വരുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 860 mm ആണ്. ഇത് കുറേ ഷോർട്ട് റൈഡേഴ്സിന് ഈ ഒരു സീറ്റ് ഹൈറ്റ് ഭയങ്കര പാടായിരിക്കും കയറി ഇരിക്കാനൊക്കെ. ബട്ട് എനിക്കിത് പ്ലാന്റഡ് ഫൂട്ടാണ് കേട്ടോ. 2 സൈഡും കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫൂട്ടാണ്. എനിക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് കംഫേർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ അധികം നേരം ഇരിക്കുന്നില്ല, എന്നാലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. റെയർ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് അത്ര പില്യൻ ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയൊരു സീറ്റല്ല. ബാക്കി 390യിൽ കണ്ടതുപോലെ തന്നെ ഇതിലൊരു വലിയ എയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇത് റോഡ് ലീഗലാക്കാനായിട്ട് വണ്ടി ടെയിലും പിന്നെ സാരി ഗാർഡ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് വരുന്നത് 48 ടീത്താണ്. നമുക്ക് നേരത്തെ ADV അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 3 ടീത്ത് കൂടിയിട്ടുണ്ട്. പഴയ ADV 390 ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുതിയതിലും 48 ടീത്താണ് വരുന്നത്. സോ ഇതിൻ്റെ ടയർ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമ്മളുടെ ADV 390യുടെ നിന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് കേട്ടോ ഈ ബൈക്കിന്. 253 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ബൈക്കിന് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇതുവഴിയൊക്കെ വെള്ളം കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സോസ്റ്റ് വഴി വെള്ളം വണ്ടി ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്ക് കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സോസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു എക്സോസ്റ്റ് കൊടുക്കാതെ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആക്കിയത്. മാക്സിമം എങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഈ ബൈക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 177 kg ആണ് ബൈക്കിന് വെയിറ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ADV 390യുടെ നിന്നും വെയിറ്റ് കുറവാണ് കേട്ടോ. ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾപ്പിച്ച് തരാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ബുക്കിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി.